ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ വേണ്ട, ഇത്ര എണ്ണ മതി. ഇത്രയും എണ്ണയാണെങ്കിലും അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നൊരു സ്വീറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ മോളുകുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് കണ്ടോ, നല്ല ഏത്തപ്പഴം. ഇത് 2 മുട്ടയാണ്, 2 മുട്ട പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ പഞ്ചസാര. ഇത്രയും സാധനമാണ് നമ്മുടെ ഇത് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഏത്തപ്പഴം ഇതിനകത്ത് കൊട്ടിട്ട് കൊടുക്കാം. ഏത്തപ്പഴം മുഴുവൻ നമ്മൾ ആ പാത്രത്തിലേക്ക് കൊട്ടിട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണേ, തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. കുറച്ചേറെ ഏത്തപ്പഴമുണ്ട്. ഇവിടുത്തെ മൂത്ത കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ. നിങ്ങൾ ഓർക്കില്ല അവർ ഏത്തപ്പഴമാണോ കഴിക്കുന്നതെന്ന്. അത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അത് കണ്ണൂർ സ്പെഷ്യൽ എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ കണ്ണൂർ ഉണ്ടാക്കുന്ന പോലെ അല്ല ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് വെറൈറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം അതേപോലെ ഇത് ഇവിടെ വന്നപ്പോൾ മാഡം പഠിപ്പിച്ചു തന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. കാരണം മൂത്ത മോളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഇത് പഠിപ്പിച്ചു തന്നത് എൻ്റെ മകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെല്ലാം നമ്മൾ ആദ്യം തന്നെ നല്ല കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് വെക്കാം. നോക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് കറക്റ്റ് ആ പാത്രത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെ നമ്മളവിടെ ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടോ. അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. നമുക്ക് വലിയ പാത്രമാണെങ്കിൽ അത്രയും ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാം ഇങ്ങനെയായി. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ഓക്കെ, വേവാണ് കണ്ടോ. തീ കൂട്ടി വെച്ച് കൊടുത്ത് നമ്മൾ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ആ ബാക്ക് ഭാഗം നമ്മൾ ഇനി തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേന് ബ്രൗൺ കളറാവണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നോക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം ഒരിക്കലും നമ്മൾ കരിയാൻ അനുവദിക്കരുത്. കരിഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പാചകം ചെയ്യുന്ന വഴിക്ക് ഫുഡ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അതെപ്പോഴും മൈൻഡിലുണ്ടാവണം, അമ്മമാരുടെ മൈൻഡിലുണ്ടാവണം. കരിഞ്ഞ ഒരു സാധനങ്ങളും മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. തീ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചോണം നമ്മൾ. തീ ആവശ്യത്തിന് കുറച്ച് മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തീ കുറച്ച് വെച്ചു. തിരിച്ചിടാൻ മതി. ഇത്രയും മുരിഞ്ഞ രീതിയിലാണ്. ഇനി ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇതിനെ മുഴുവൻ നമ്മൾ തിരിച്ചിടുക. ഇതേ പരുവത്തിൽ നമുക്ക് എടുക്കാം ഇതിനെല്ലാം. എന്നിട്ട് ഇതിനെ ഫുള്ള് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കണം. കേട്ടോ, നമുക്ക് വളരെ കുറച്ച് എണ്ണ കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കല്ലേ, ഇച്ചിരി പണിയുണ്ട്. കുറച്ച് നല്ല എന്താണ് ക്ഷമയോടെ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. തീ എപ്പോഴും കുറച്ച് വെക്കുക. എല്ലാം കരിഞ്ഞു പോകാതെ തന്നെ അതിനെ നമുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, കരിഞ്ഞു പോകാതെ തന്നെ അതെല്ലാം തിരിച്ചിട്ട് നമ്മളെടുക്കുകയാണ്. കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് കരിഞ്ഞു പോലെ തീ കുറച്ച് വെച്ച് കുറച്ച് ക്ഷമയെടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നും കരിഞ്ഞു പോകാതെ നല്ലോണം ചെയ്തെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഷിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഇതിന് പറയുന്ന പേര് ബനാന എഗ് എന്നാണ്. കാരണം അതിൽ ബനാന ചേർത്തിട്ടുണ്ട്, എഗ്ഗും ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് തിരിച്ചിട്ട് ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് വേവുക. എന്നിട്ട് ചെക്ക് ചെയ്യണം, കരിഞ്ഞു പോകാൻ നോക്കണം. ഇതേ രീതിയിൽ തന്നെ അപ്പുറം വശം ആക്കിയെടുക്കാൻ മതി. ഓക്കെ, കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണുന്നല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ തീ കൂട്ടി വെച്ച് എടുക്കുക.
ഓക്കെ. ഒരു 2 മിനിറ്റ് മതി. തീ അങ്ങനെ കൂട്ടിയിരിക്കുക. അതവിടെ ഒന്ന് വേട്ടെ. തീ കുറച്ച് കൊടുക്കുക. തീ കുറച്ച് കൊടുത്തിട്ട് നോക്കണം, ആവശ്യത്തിന് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ വേണം അത് ശ്രദ്ധിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി മാറ്റി വെച്ച് കൊടുക്കാം, കാരണം കരിയരുത്. തീ കൂടുതലുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങളൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഒരുപാടൊന്നും ചേർക്കണ്ട. 2 സ്പൂൺ. അല്ല, കുട്ടികൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ 3 കരണ്ടി ചേർത്ത്, കാരണം അത് കുറച്ച് ചെറിയ സ്പൂണായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കുറച്ച് മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് മധുരം ഞാൻ കൂട്ടിയിട്ട് കൊടുക്കും. ഓക്കെ. എന്നിട്ട് പഞ്ചസാര ചേർത്ത് ഇനി നമുക്കിതിനെ ഫുള്ളൊന്ന് മിക്സ് ചെയ്യാം. കേട്ടോ, പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഫുള്ള് അതിനെ ഒന്ന് മിക്സ് ചെയ്തു. ഓക്കെ, കണ്ടല്ലോ, ഒന്ന് മിക്സ് ചെയ്ത് കണ്ടു. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുട്ട 2 മുട്ടയുണ്ട്. ആ മുട്ട ഫുള്ളതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കേട്ടോ, മുട്ട ഫുള്ള് അതിൽ ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, അങ്ങനെ ഭംഗിയില്ലേ. ഇനി എന്നിട്ട് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനകത്തിലൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണെന്ന്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ റെസിപ്പി ഇതുവരെ എൻ്റെ മകൾ പഠിച്ചിട്ടില്ല. നാട്ടിൽ ചെന്നപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടോ, ഇതാണ് അവസാനത്തെ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതാണ് അത് ഇവിടുത്തെ ഞങ്ങളുടെ മൂത്ത കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീ ഓഫ് ചെയ്യുക. മതി, ഇത്രയും പണി മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.